എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇവിടെ കുറച്ച് കോളിഫ്ലവർ ഇരിപ്പുണ്ടായിരുന്നു. അത് നമുക്ക് ബീഫ് വരട്ടണത് പോലെ ഒന്ന് വരട്ടിയെടുക്കാം. അത് വരട്ടിയെടുക്കാൻ വേണ്ടി കുറച്ച് മഞ്ഞൾപ്പൊടിയും വെള്ളവും കോളിഫ്ലവറും കൂടെ നമുക്ക് അടുപ്പത്ത് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇതിനകത്തെ അഴുക്കുകളൊക്കെ ഒന്ന് പോകാൻ വേണ്ടി അതവിടെ ഇരുന്ന് വേവട്ടെ. ഞാൻ കരുതി ഇവിടെ കുറച്ച് മാങ്ങ ഇരിപ്പുണ്ടായിരുന്നു. ആ മാങ്ങയും കൂടെ ഒന്ന് കറി വെക്കാമെന്ന്. അത് കറി വെക്കാനായിട്ട് കുറച്ചും ഉപ്പും 2 പച്ചമുളകും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നമ്മുടെ അടുപ്പത്ത് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. അത് വേവുന്ന സമയം കൊണ്ട് നമ്മുടെ കോളിഫ്ലവർ അവിടെ വെന്ത് റെഡി ആയിട്ടുണ്ട്. നമ്മളിത് വഴറ്റാൻ വേണ്ടി, അത് കോളിഫ്ലവറിന് വഴറ്റാൻ വേണ്ടി ഒരു പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് ഉള്ളിയും പച്ചമുളകും കൂടെ വഴറ്റിയെടുക്കാം. അത് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്ക് അത് വഴറ്റിയെടുക്കാം കേട്ടോ. സാധാരണ കൊച്ചുള്ളി എടുക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. ഞാൻ കൊച്ചുള്ളി എടുത്തില്ല, ഞാൻ സവാളയാണ് എടുത്തത്. കൊച്ചുള്ളി എടുത്താൽ കുറച്ചുകൂടെ ടേസ്റ്റാണ്. ഇത് വഴണ്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് മാങ്ങയ്ക്കുള്ള അരപ്പ് റെഡിയാക്കിയെടുക്കാം. അതിനകത്ത് കുറച്ച് തേങ്ങയെടുത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ജീരകവും വെളുത്തുള്ളിയും കൂടെ നമുക്കൊന്ന് അരച്ചെടുക്കാം. നമ്മുടെ മാങ്ങയൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ, വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. അത് ഇനി നമുക്ക് ഉടയ്ക്കണം. നമ്മുടെ ഈ ഉള്ളിയിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും കൂടെ നമുക്ക് ഇട്ട് അതും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. അതും കൂടെ വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കാം. തക്കാളിയും കൂടെ അതിൻ്റെ അകത്തൂടെ കിടന്ന് സെറ്റായി വരട്ടെ. അതുകൊണ്ട് ഇതെല്ലാം കൂടെ ഒന്ന് വഴണ്ട് വരുമ്പോൾ ചെറിയൊരു മണമൊക്കെ വരും കേട്ടോ. നമ്മുടെ മാങ്ങ ഇവിടെ നല്ല വെന്ത് അരപ്പൊക്കെ ചേർത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് തിളക്കട്ടെ, ചെറുതായിട്ടൊന്ന് തിളച്ച് വരട്ടെ. തിളച്ചിട്ട് നമുക്കത് വാങ്ങി വെക്കാം. നമ്മുടെ ഉള്ളിയൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട്. ആ ഉള്ളിയിലേക്ക് നമ്മുടെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും പിന്നെ കുറച്ച് ഉലുവാപ്പൊടിയും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് വെള്ളം ഒഴിക്കേണ്ട. നമ്മുടെ ഉള്ളിയിൽ ഓൾറെഡി വെള്ളമുണ്ട്. ആ വെള്ളത്തിൽ നിന്ന് വേവട്ടെ. പിന്നെ നമ്മുടെ കോളിഫ്ലവറും കൂടെ ആണെങ്കിൽ ഇട്ട് കൊടുത്ത് അതും കൂടെ നിന്ന് നമ്മുടെ ആവിയിൽ അത് വെന്തോളും. അത് വെള്ളം ഒഴിച്ച് നമ്മൾ വേവിക്കേണ്ട ആവശ്യമില്ല. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. നമ്മുടെ മാങ്ങയ്ക്കും കൂടെ ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. അതൊരു വിധം എല്ലാം അരപ്പൊക്കെ പിടിച്ച് ഒന്ന് സെറ്റായി വരുന്നുണ്ട് കേട്ടോ. ഇനി അതിനകത്ത് കിടന്ന് ഇങ്ങനെ വെന്തോട്ടെ. അതിലേക്ക് കുറച്ച് ഗരം മസാലയും നമ്മുടെ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. അത് വഴണ്ട് വരുന്നതിൻ്റെ അനുസരിച്ച് നമ്മൾ ഇത് രണ്ടും കൂടെ ചേർത്ത് കൊടുക്കുക. അതവിടെ നിന്ന് വഴണ്ട് വരട്ടെ. നമ്മുടെ മാങ്ങ റെഡി ആയിട്ടുണ്ടോ അത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് കടുക് താളിക്കാം. ആ കടുക് താളിക്കാൻ വേണ്ടി നമുക്ക് പാൻ വെച്ച് എണ്ണ ഒഴിച്ച് നമുക്ക് കടുകിട്ട് പൊട്ടിച്ച് കൊടുക്കാം. കടുകിട്ട് പൊട്ടിച്ച് എല്ലാവർക്കും അറിയാലോ കടുക് എങ്ങനെ വറുക്കുന്നതെന്ന്. അത് ഞാൻ പ്രത്യേകിച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. കടുക് വറുത്തതിന് ശേഷം നമ്മൾ ഉള്ളി ഇട്ട് കൊടുത്തിട്ട് ഉള്ളിയും വേണ്ട. ഞാനാണെങ്കിൽ നമ്മുടെ വറ്റൽമുളക് ഇട്ടില്ല. വറ്റൽമുളക് ഇടാത്തതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ അത്ര ആർക്കും ഇഷ്ടമല്ല, അതുകൊണ്ട് ഇട്ടില്ല. അതാകുമ്പോൾ കുറച്ചുകൂടി ഡെക്കറേഷൻ വരും. ഞാൻ ഇട്ടില്ലെന്നേ ഉള്ളൂ. ഇഷ്ടമുള്ളവർ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക. ഇതൊരു ഗോൾഡൻ കളറാകുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഞാൻ രണ്ടും കൂടെ ഒന്നിച്ചാണ് കടുക് വറുത്തത്. രണ്ടിലേക്ക് ഈ നമ്മുടെ മാങ്ങയ്ക്കിടുമ്പോൾ കുറച്ച് മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. മുളക് പൊടിയും കൂടെ ഇട്ട് മാങ്ങയ്ക്കകത്ത് താളിക്കാൻ നോക്കുക. കുറച്ച് നല്ല കളർഫുള്ളായിട്ട് കിട്ടും. നോക്കി നല്ല കളർഫുള്ളായിട്ടുള്ള മാങ്ങാക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ബീഫ് വരട്ടുന്നത് പോലുള്ള നമ്മുടെ കോളിഫ്ലവറും ഇങ്ങനെ വരണ്ട് വരികയാണ്. അതിൻ്റെ കൂടെ കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കുക. നമ്മുടെ കോളിഫ്ലവർ വരട്ടിയത് മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. മൂത്ത് നല്ല സെറ്റായി വന്നിട്ടുണ്ട്.